വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ DLED ഈ അക്കാഡമിക് ഇയർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന സംശയമാണ് അഡ്മിഷൻ ടൈം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഏകദേശം അടുത്ത മാസം, അതായത് മെയ് മാസം ലാസ്റ്റോടുകൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ജൂൺ ലാസ്റ്റോടുകൂടെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സ്. അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നേരത്തെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓൺലൈനായിട്ട് ഏകജാലക സംവിധാനത്തിലൂടെ ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം DLED കോഴ്സിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വഴി അറിയിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഈ ചാനലിൽ നിങ്ങളുടെ DLED കോഴ്സിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മറ്റു കോഴ്സുകൾ പോലെ തന്നെ B.Ed അതേപോലെ ഡിഗ്രി PG കോഴ്സുകൾ പോലെ തന്നെ DLED കോഴ്സും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ DLED കോഴ്സ് പ്രധാനമായിട്ടും ഏതൊക്കെ കോളേജുകളാണ്, ജില്ലാ ബേസിക് കോളേജുകൾ ഏതൊക്കെയാണ്, സീറ്റുകൾ എത്രയാണ് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ പ്രധാനമായിട്ടും DLED കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സാധാ നിങ്ങൾ ഡിഗ്രി കോഴ്സുകൾ പോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ്, ഈ രണ്ട് കാറ്റഗറിയിലാണ് കോളേജുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കാതെ, അതായത് കേവലം എക്സാം ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് തികച്ചും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലുള്ള അഡ്മിഷൻ. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജുകൾ നിങ്ങൾ സെമസ്റ്റർ ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട കോളേജുകളാണ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 90 and above ഓർ 90 ഏകദേശം 95 ആ രീതിയിലൊക്കെ മാർക്കുള്ളവർക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി കൂടാതെ അതിന് തൊട്ട് താഴെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുക. സ്വാഭാവികമായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് മാർക്ക്. കഴിഞ്ഞ വർഷങ്ങൾ വരെ DLED കോഴ്സ് വളരെ ഡിമാൻഡുള്ളൊരു കോഴ്സ് തന്നെയായിരുന്നു. അതായത് ടീച്ചിങ് മേഖലയിൽ ഏറ്റവും എളുപ്പത്തിൽ, അതായത് LP UP തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ ടീച്ചിങ് മേഖല, അതായത് ടീച്ചിങ് പ്രൊഫഷൻ നേടിയെടുത്ത് ഒരു ഗവൺമെൻറ് തസ്തികയിലോട്ട് കയറുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിപ്ലോമ ട്രെയിനിങ് കോഴ്സാണ് DLED. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ ഒരു കോഴ്സിന് അപേക്ഷ കൊടുക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഈ DLED കോഴ്സിന് വിദ്യാർത്ഥികൾക്കിടയിൽ ഡിമാൻഡ് കൂടുക എന്നല്ലാതെ കുറയുന്നൊരു സാഹചര്യം വരാൻ ചാൻസ് ഇല്ല. കാരണം പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം DLED കോഴ്സിൻ്റെ വാല്യൂ കുറയുകയാണ് എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും നിലവിൽ 2030 മാത്രമാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പുറമേയുള്ള സ്റ്റേറ്റിൽ നിന്നും ഇതേപോലെ തന്നെ DLED കോഴ്സ് അല്ലെങ്കിൽ ഈ B.Ed കോഴ്സുകാർക്ക് പ്രൈമറി തലങ്ങളിൽ അധ്യാപകരാകുവാൻ പാടില്ല എന്ന രീതിയിലൊരു ഹർജി കൊടുത്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് അത് അംഗീകരിച്ചുകൊണ്ട് പ്രൈമറി തലങ്ങളിൽ B.Ed യോഗ്യത ഒഴിവാക്കണം. നിലവിൽ പ്രൈമറി തലങ്ങളിൽ B.Ed യോഗ്യതയുള്ളവർ അധ്യാപകരായിട്ടുണ്ടെങ്കിൽ അവരുടെ സർവീസ് നിലനിർത്തി ഇനി അങ്ങോട്ട് ഡിപ്ലോമ എലിമെൻ്ററി പോലെയുള്ള, അതായത് നമ്മുടെ നാട്ടിലെ DLED കോഴ്സ് പോലുള്ള കോഴ്സുകൾ തന്നെ പ്രൈമറി തലങ്ങളിൽ നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയുടെ ആ ഒരു വിധി വന്നിട്ടുള്ളത്. അത്തരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ DLED എന്ന് പറയുന്നൊരു കോഴ്സ് നിലവിൽ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 4 അല്ലെങ്കിൽ 1 മുതൽ 5 വരെയുള്ള ഈ ഒരു സ്റ്റാൻഡേർഡിൽ പ്രൈമറിയിൽ DLED അതിൻ്റെ പ്രാധാന്യം അവിടെ വീണ്ടും നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ 2030 അതിനെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ മാത്രമാണ് ഇതിലൊരു വ്യത്യാസം വരികയുള്ളൂ. അല്ലാത്ത പക്ഷം DLED കോഴ്സ് തന്നെയാണ് ഈ മേഖലയിലുള്ളത്. പ്രൈമറി തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷന് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾ, അത് +2 കഴിഞ്ഞ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് കോളേജുകൾ, എത്രയാണ് അതിൻ്റെ സീറ്റുകൾ, അതിൻ്റെ സാധ്യതകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും
കോളേജുകളും സീറ്റുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ, എത്ര സീറ്റുകളുണ്ടെന്ന് നമുക്ക് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒന്നാമതായിട്ട് ഗവൺമെൻറ് എയ്ഡ് തലങ്ങളിൽ നോക്കാം. ഫസ്റ്റ് തിരുവനന്തപുരം ജില്ല നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 8 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണുള്ളത്. അതിൽ ഒന്നാമത്തത് നിങ്ങൾ നോക്കുക GTDI തിരുവനന്തപുരം, അതേപോലെ ഡയറ്റ് ആറ്റിങ്ങൽ. ഓരോ ഈ പറഞ്ഞ എല്ലാ കോളേജുകളും സീറ്റുകളുടെ എണ്ണം നിങ്ങൾ നോക്കുക 40 സീറ്റാണ്. അതേപോലെ തന്നെ നെയ്യാറ്റിങ്കര പാറശാല, അഞ്ചാമത് തിരുവനന്തപുരത്ത് തന്നെ സെൻറ്റ് റോയ്സ് TTI, സെൻറ്റ് മേരീസ് പാട്ടം, അതേപോലെ ആസാൻ മെമ്മോറിയൽ വർക്കല, അതേപോലെ നളന്ദ ട്രിവാൻഡ്രം. ഇത്രയും 8 കോളേജിലാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ. ഓരോ കോളേജിലും സീറ്റുകളുടെ എണ്ണം 40ആണ്. 40 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇത്ര %, അതേപോലെ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇത്ര, അതേപോലെ ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇത്ര. അത് 40, 20 എന്നീ റേഷ്യോയിലാണ് സീറ്റുകൾ. അപ്പോൾ സയൻസ് വിഭാഗം എടുത്തവർക്ക് ഇത്ര സീറ്റ്. അപ്പോൾ 40% എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 40 സീറ്റിൽ വിദ്യാർത്ഥി മനസ്സിലാക്കിയ ഒരു 10 സീറ്റ് സയൻസ്, 10 സീറ്റ് ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ 15 സീറ്റ് സയൻസ്, 15 ആ രീതിയിലാണ് വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള സീറ്റുകൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ സീറ്റ് 40ആണ്. അതിലൊരു നിശ്ചിത ഭാഗം 40, 20 എന്നുള്ള റേഷ്യോയിലാണ് വരിക. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ കൊല്ലം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലും ഏകദേശം നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് TTI കൊല്ലം, ഡയറ്റ് കൊട്ടാരക്കര, അതേപോലെ തന്നെ കോട്ടയം, അതേപോലെ തന്നെ ഇമാം ഹുസൈൻ മെമ്മോറിയൽ, അതേപോലെ കൊട്ടാരക്കര കൊല്ലം സെൻറ്റ് ജോർജ്, അതേപോലെ തന്നെ കൊല്ലത്ത് ചമ്പകശ്ശേരിയുള്ളത് കോളേജ്, കരുനാഗപ്പള്ളി, അതേപോലെ ശാസ്താംകോട്ട കൊല്ലം. ഇങ്ങനെ 8 കോളേജിലാണ് കൊല്ലം ജില്ലയിലുള്ളത്. അപ്പോൾ അവിടെയും ഓരോ കോളേജിലും നോക്കുക, ആദ്യത്തെ 4 കോളേജിൽ 40 സീറ്റുകൾ, പിന്നെ ചില കോളേജിൽ 33, 25 കോളേജുകളുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 8 കോളേജ് കൊല്ലം ജില്ലയിലുണ്ട്. ഇനി അതിൽ പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിലും ഇതേപോലെ തന്നെ ഡയറ്റ് തിരുവല്ല, ചെറുകോൾ, അതേപോലെ മൈലപ്പാറ, അതുപോലെ പാറക്കോട്, കവിയൂർ, സെൻറ്റ് തോമസ് തിരുവല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നെയിം കറക്റ്റ് വായിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഏകദേശം 10ൽ കൂടുതൽ കോളേജുകൾ പത്തനംതിട്ട ജില്ലയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഓരോ കോളേജിലും മാക്സിമം സീറ്റ് 40ഉം 22ഉമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ജില്ലാ ബേസിൽ നോക്കും പത്തനംതിട്ട കുറച്ച് കൂടുതൽ കോളേജുകളും സീറ്റുകളും ഉണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയും ഏകദേശം 10ഓളം കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് TTI മാവേലിക്കര, ചെങ്ങന്നൂർ, ആലപ്പുഴ, മന്നാർ, അതേപോലെ താഴേക്കര, തുറവൂർ, അതേപോലെ തന്നെ ചെങ്ങന്നൂർ. ഓക്കെ, ഇത്തരത്തിൽ ഏകദേശം 10ഓളം കോളേജുകൾ ആലപ്പുഴ ജില്ലയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് TTI ആലപ്പുഴയിൽ ഏകദേശം 50 സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കോട്ടയം എടുക്കുകയാണെങ്കിൽ കോട്ടയത്തും ഏകദേശം നിങ്ങൾ നോക്കുക 10ൽ കൂടുതൽ കോളേജുകളുണ്ട്. അതായത് വെള്ളൂർ, കോട്ടയം ഗവൺമെൻറ് TTI കോട്ടയം, ഏറ്റുമാനൂർ, അതേപോലെ തന്നെ CNI TTI കോട്ടയം, വാഴപ്പള്ളി കോട്ടയം, അതേപോലെ എടമാറ്റം പാല, ഓക്കെ മുത്തോളി, അതേപോലെ BITTI, സെൻറ്റ് തോമസ് TTI പാലം, BBM TTI. ഇത്തരത്തിൽ 10ഓളം കോളേജുകൾ കോട്ടയം ജില്ലയിലുമുണ്ട്. ഓരോ കോളേജിലും 40 മുതൽ 22 വരെ സീറ്റുകൾ ഉള്ള കോളേജുകളുണ്ട്. ഒരു കോളേജിൽ 16 സീറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 10 കോളേജുകൾ കോട്ടയം ജില്ലയുണ്ട്. ഇനി എറണാകുളത്ത് എടുക്കുകയാണെങ്കിൽ എറണാകുളത്തും ഈ രീതിയിൽ തന്നെ 10ഓളം കോളേജുകൾ 10ൽ കൂടുതൽ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ ഇടുക്കിയിൽ താരതമ്യം നോക്കുകയാണെങ്കിൽ 3 കോളേജുകൾ മാത്രമാണ് ഇടുക്കിയിൽ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയുള്ളൂ. ഓക്കെ, ഡയറ്റ് തൊടുപയും അതേപോലെ GTTI കൊമ്പിലും അതേപോലെ മൂന്നാറും മാത്രമാണ് ഉള്ളത്. ഇനി തൃശ്ശൂർ ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം തൃശ്ശൂർ 10-10നടുത്ത് കോളേജിൽ തൃശ്ശൂർ ജില്ലയിലുമുണ്ട്. ഇനി പാലക്കാട് എടുക്കുകയാണെങ്കിൽ പാലക്കാടും ഏകദേശം 7ഓളം കോളേജിൽ പാലക്കാട് ജില്ലയിലുണ്ട്. ഇനി മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ ഏകദേശം ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ മലപ്പുറം ജില്ലയിൽ 5 കോളേജിലാണുള്ളത്. ഓക്കെ, ഡയറ്റ് തിരൂർ മലപ്പുറം, ഗവൺമെൻറ് TTI മലപ്പുറം, സേവാ മന്ദിർ TTI രാമനാട്ടുകര മലപ്പുറം, സീതി സായി മെമ്മോറിയൽ തിരൂരങ്ങാടി, അതേപോലെ രാമൻ മെമ്മോറിയൽ TTI വളാഞ്ചേരി. ഇത്തരത്തിൽ 5 കോളേജിലാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഗവൺമെൻറ് എയ്ഡഡ്. ഇനി കോഴിക്കോട് ജില്ലയിൽ വരികയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലും ഏകദേശം 5 കോളേജുകളുണ്ട്. ഓക്കെ, ഗവൺമെൻറ് TTI കാലിക്കറ്റ് മെൻസ് വിമൻസ് 2 കോളേജിലുണ്ട്. അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ, അതേപോലെ സെൻറ്റ് വിൻസെൻറ്റ്, അതേപോലെ ഡയറ്റ് വടകര. ഇത്തരത്തിൽ 5 കോളേജുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. പിന്നെ വയനാട് ജില്ല എടുക്കുകയാണ് 3 കോളേജിലാണ് വയനാട് ജില്ലയിലുള്ളത്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ല എടുക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന 5 കോളേജിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇനി കാസർഗോഡ് ജില്ല എടുക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 3 കോളേജിലാണ് കാസർഗോഡ് ജില്ലയിലുമുള്ളത്. അത് ഡയറ്റ് മേപ്പാടി, അതേപോലെ SNTTI, അതേപോലെ GTTI എന്നിങ്ങനെ 3 കോളേജുകൾ ഈ പറഞ്ഞ കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോൾ താരതമ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള തിരുവനന്തപുരം, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള തിരുവനന്തപുരം ജില്ലയിലും അതേപോലെ തന്നെ കൊല്ലം, അതേപോലെ പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ, കോട്ടയം ഉൾപ്പെടെ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ
സീറ്റുകളുള്ളത്. അതായത് കോട്ടയം, എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കോളേജിലൊക്കെ ഏകദേശം 5ഓളം കോളേജിലാണ് നിലവിലുള്ളത് ഗവൺമെൻറ് എയ്ഡ് മേഖലയിൽ. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതേ രീതിയിൽ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മേഖലയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഓരോ ജില്ലയിലും 10-15 മുകളിൽ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സെൽഫ് ഫിനാൻസ് മേഖലയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സെൽഫ് ഫിനാൻസ് മേഖലയിലെ പ്രധാനപ്പെട്ട കോളേജുകളും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അഡ്മിഷൻ രീതിയിൽ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും നിലവിൽ ഗവൺമെൻറ് എയ്ഡ് കോളേജുകളുടെ സീറ്റുകളുടെ ഏകദേശം ഐഡിയ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ഓരോ ജില്ലയിലും നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ആയിരിക്കാം അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങളുടെ കോളേജുകളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ഒരു അഡ്മിഷൻ നിങ്ങൾ തയ്യാറെടുക്കുക. അപ്പോൾ എന്തായാലും DLED കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.